5 മണിക്ക് എണീക്കണം. എന്തിനാണ് ഈ 5 മണിക്ക് എണീക്കുന്നത്? എന്ത് കാര്യമുണ്ട് 5 മണിക്കൊക്കെ എണീറ്റിട്ട്? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പീക്ക് ടൈമിൽ പുലർച്ചെ എണീറ്റിരുന്നിട്ട് എന്ത് കാര്യം ചെയ്യാനാ? എന്താ അപ്പം അതിലൂടെ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി പോസിറ്റീവായിട്ടല്ലേ ഇരിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. രാവിലെ എണീറ്റിട്ട് തന്നെ പഠിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല, രാവിലെ എണീറ്റിട്ട് തന്നെ വായിക്കണം എന്ന് പറയുന്നത് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും അല്ലേ? സത്യത്തിൽ എന്തിനാണ് ഈ രാവിലെ എണീക്കുന്നത്? അതിന് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അപ്പോൾ രാവിലെ എണീക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തിന് രാവിലെ എണീക്കണം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ആദ്യത്തെ കാര്യം, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് രാവിലെ എണീക്കുന്നത്, എന്തുകൊണ്ടാണ് രാവിലെ എണീക്കണം എന്ന് പറയുന്നത് എന്തിനു വെച്ചാൽ, നമ്മൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുൻപെങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ 1.5 മണിക്കൂർ മുൻപുള്ള ആ ഒരു സമയത്തിനെ നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയും, അല്ലെങ്കിൽ ക്രിയേറ്റർ ടൈം എന്ന് പറയും അല്ലേ. ഈ സമയത്ത് നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി അപാരമായിരിക്കും. നമുക്ക് നല്ലോണം കോൺസെൻട്രേഷൻ കിട്ടും, നല്ലോണം ഫോക്കസ് കിട്ടും, നല്ലോണം ക്രിയേറ്റിവിറ്റി വരും. നമ്മളുടെ ഒരു ഹെൽത്ത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവും. നല്ലൊരു എന്താ പറയുക, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈമാണ്. നല്ല എനർജി നമുക്ക് ആ ദിവസം മൊത്തം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ആ ഒരു സമയത്ത് എണീക്കാൻ പറയുന്നതും ആ ഒരു സമയത്ത് പഠിക്കാൻ പറയുന്നതും. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ബ്രെയിനിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഫീഡ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സമയമാണത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പഠിക്കാനായിട്ട് നോക്കുക. അടിപൊളിയായിരിക്കും, ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നല്ല മാക്സിമം ആ ടൈം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആവശ്യം. ഈ ക്രിയേറ്റർ ടൈം മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ചെയ്ത് തീർക്കാം. പഠിക്കാം, അല്ലെങ്കിൽ വായിക്കാം, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ക്രിയേറ്റർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു സമയത്ത് എണീക്കാം? ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് എണീക്കാം, അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ കിടന്നുറങ്ങുക. നേരത്തെ കിടന്നുറങ്ങിയാലാണ് നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. 2 മണി 1 മണിക്കൊക്കെ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റും? ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അത്. അപ്പോൾ എപ്പോഴും നേരത്തെ കിടന്നുറങ്ങുക. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല, പ്രശ്നമാണെന്നുള്ളത്. എങ്ങനെയാണ് ഉറക്കം കിട്ടുക? കാരണം നമ്മൾ ഫോൺ നോക്കിയിട്ട് നേരെ കിടക്കുക ചെയ്യുന്നത്. ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് ഇല്ലേ, ആ ബ്ലൂ ലൈറ്റിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഉറക്കം കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ഉറക്കം കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മെലാറ്റോണിനാണ്. ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നതിലൂടെ ഈ മെലാറ്റോണിൻ്റെ അളവ് കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല. അപ്പോൾ ഈ രാത്രി നമ്മുടെ കണ്ണിലേറ്റവും, അല്ലെങ്കിൽ രാത്രി നമ്മുടെ ബ്രെയിനിൽ കൂടുന്ന ഒരു സാധനമാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഇത് കൂട്ടണമെങ്കിൽ നമ്മുടെ ഈ ഫോൺ നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മുൻപെങ്കിലും ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് 5 മിനിറ്റ് കടന്ന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. ആ 5 മിനിറ്റ് ഫോൺ നോക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നോക്കാം എന്നുള്ളത് നമ്മൾ നീണ്ട് 1 മണിക്കൂറാവും, 2 മണിക്കൂറാവും. പിന്നെ നമ്മുടെ ഉറക്കം ലേറ്റ് ആവുക ചെയ്യുക. അപ്പോൾ ഒരിക്കലും രാവിലെ നമുക്ക് പ്രോപ്പറായിട്ട് എണീക്കാൻ പറ്റില്ല. എണീറ്റാലും നമ്മൾ ഭയങ്കര മുഷിഞ്ഞ് ഒടിഞ്ഞു കുത്തി ഒരു ഡ്രൗസി ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും നേരത്തെ ബെഡിൽ പോയി കിടക്കുക. മെലാറ്റോണിൻ്റെ അളവ് കുറയ്ക്കേണ്ട. ഫോൺ നോക്കുന്നത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മുന്നെങ്കിലും ഫോൺ മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കാനായിട്ട് നോക്കുക. അതുപോലെ രാത്രി ഒരിക്കലും ഹെവി ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ചിക്കനും മട്ടനും ബീഫും ഒന്നും അടിച്ചു കയറ്റി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കേണ്ട. രാത്രി ഭയങ്കര ലൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. പലരും രാത്രിയാണ് ഭയങ്കര ഹെവി ആയിട്ട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലൈറ്റ് ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുൻപെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവുക. അല്ലാത്ത പക്ഷം കഴിച്ച പാടെ നമ്മൾ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കുറയും, ഫാറ്റ് കൂടും, ഉറങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാവും, വയറുവേദനയ്ക്കും മൊത്തം പ്രശ്നമാവും, ദഹനത്തിനെ കാര്യമായിട്ട് ബാധിക്കും അത്. അപ്പോൾ എപ്പോഴും 2 മണിക്കൂർ മുൻപെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട്, ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മോർണിംഗ് റുട്ടീനിൽ എപ്പോഴും ഒരു പ്ലാൻ സെറ്റാക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം, വർക്കൗട്ടിന് പോകണോ, നടക്കാൻ പോകണോ, യോഗ ചെയ്യണോ, മെഡിറ്റേഷൻ ചെയ്യണോ, പഠിക്കണോ, വായിക്കണോ, എഴുതണോ, വേറെ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഡെയിലി റുട്ടീനിൽ എന്തൊക്കെ പേഴ്സണൽ തിങ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾ രാവിലെ എണീക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ രാവിലെ എണീക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, അത്ര നേരത്തെ എണീറ്റ് പ്രത്യേകിച്ചും ചെയ്യാനില്ല, ശരി 5 മിനിറ്റ് കൂടെ കിടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുഷിയും. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ക്രിയേറ്റേഴ്സ് ടൈമാണ്. ആ ടൈമിലാണ് നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. ഫോക്കസും കാര്യങ്ങളും കോൺസെൻട്രേഷനും ഒക്കെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു സമയം അതാണ്. അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തു ഒന്നും നടക്കുന്നില്ല, ഉറക്കം തൂങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിട്ട് കളയരുത് ഈ സാധനം. നിങ്ങൾ 1 മാസം 2 മാസം മിനിമം ഒരു 3 മാസമെങ്കിലും കംപ്ലീറ്റ്
ഈ ഒരു നേരത്തെ എണീക്കുന്ന പരിപാടി. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അലാം ഇല്ലാണ്ട് തന്നെ പിന്നെ എണീക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്നും വേറെ ആയിരിക്കും. ഭയങ്കര റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുന്ന പരിപാടി. നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ പരിപാടികളൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും.